പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നലെ STPയുടെ ഒരു ജാഥയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് കൂടി കടന്നുപോയ കാസർഗോഡ് എന്ന് ഫെബ്രുവരി 14 ആരംഭിച്ചു. ഇന്നലെ പാലക്കാട് ജില്ല കഴിഞ്ഞു, ഇന്നലെ തൃശ്ശൂരെത്തി. ഞാൻ പാലക്കാട് ജില്ല കഴിഞ്ഞു, ഇന്നലെ തൃശ്ശൂരെത്തിയ ജാഥയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്തിന്റെ വീണ്ടെടുപ്പാണ് അവര് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഇന്നലെ തൃശ്ശൂർ കുന്നംകുളത്തായിരുന്നു ജാഥയുടെ തൃശ്ശൂർ ജില്ലയിലെ സമാപന സ്വീകരണം. ദേശീയ നേതൃത്വങ്ങളൊക്കെ വന്ന് പങ്കെടുത്ത ഒരു വലിയ പരിപാടിയായിരുന്നു. തൃശ്ശൂര് എന്താണ് പ്രത്യേകത? ഞാൻ പാലക്കാട് വന്നപ്പോൾ അവിടെ പോവുക, വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തൃശ്ശൂർ കൂടി ഒന്ന് കാര്യമായി ശ്രദ്ധിക്കാം, തൃശ്ശൂർ കൂടി നടന്ന സംഭവവികാസങ്ങൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. കാരണം തൃശ്ശൂർ റിപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വന്നു. BJP വളരെ കാര്യമായിട്ട് തൃശ്ശൂർ പിടിക്കണം എന്ന് കരുതി തന്നെ തൃശ്ശൂർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ തൃശ്ശൂർ മത്സരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താണ്? തൃശ്ശൂര് ഈ RSSനെയും BJPയും ശക്തമായി എതിർക്കുന്ന STPയുടെ ജാഥ തൃശ്ശൂർ എത്തുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കാം. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് കാരണം പഠിക്കണം, അല്ലെങ്കിൽ അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തൃശ്ശൂർ എത്തിയതും അവരുടെ ജാഥയ്ക്കൊപ്പം സഞ്ചരിച്ചതും. അവിടെ സബീർ അബ്ബാസ് സഅദി എന്ന് പറയുന്ന അവരുടെ ദേശീയ നേതൃത്വം, അദ്ദേഹമാണ് ഇന്നലെ തൃശ്ശൂരത്തെ സമാപന സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയായിരുന്നു സംസാരം ആരംഭിച്ചത്. ഇത് നാട്ടികയിൽ നിന്ന് അതുപോലെ തന്നെ കുന്നംകുളത്തേക്കായിരുന്നു യാത്ര. സ്ഥിരമായിട്ട് പാലക്കാടും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും വയനാടും ഒക്കെ കണ്ടുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു നീണ്ട നിര. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. STPയുടെ പരിപാടിക്ക് കൂടുതലായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഇതുവഴി കടന്നുപോയ പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും ജാഥ കണ്ട ഒരാളാണ്, അല്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ ജാഥ കണ്ട ഒരാളാണ്. അപ്പോൾ പല ജില്ലകളിൽ വന്ന്, പാലക്കാട് ഇതുവരെ എത്തിയില്ലെങ്കിലും മറ്റു ജില്ലകളിലൊക്കെ വന്ന് ഞാൻ കണ്ടതാണ്. അപ്പൊ അവിടെ അതില് പോലും ഇല്ലാത്തത്രയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു വലിയ നിരയെ നമുക്ക് STPയുടെ ജാഥയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു മുന്നേറ്റമാണ്, അവർക്കുള്ളിലേക്ക് എത്തുന്ന ആശയത്തിന്റെ മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ സഫീർ അബ്ബാസ് സഅദി കരിനിയമങ്ങൾക്കെതിരെ, അതായത് പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ രാജ്യത്തെ ഭരണകൂടത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് നിരോധിക്കുക, അതുപോലെ തന്നെ തടവിലാക്കുക, രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ തടവിലാക്കുന്ന ഒരു പ്രക്രിയയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിയമത്താൽ തന്നെ നിരോധിക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം കരിനിയമങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പൗരന്മാരുടെ അവകാശത്തിനും നേരെ നടക്കുന്ന വെല്ലുവിളിയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, അദ്ദേഹവും കടന്നാക്രമിക്കുകയും അദ്ദേഹം BJPയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ തോൽപ്പിക്കണമെന്ന് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ട തൃശ്ശൂരിൽ കൃത്യമായി ചർച്ചയാവുമെന്നും രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ രാജ്യം ഫ്യൂഡലിസത്തിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൽ വായിച്ചെടുക്കാം. കാരണം സുരേഷ് ഗോപി ഒരു 20% മാത്രം രാഷ്ട്രീയക്കാരൻ എന്നാണ് MD രമേശ് പോലും പറഞ്ഞത്. BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള MD രമേശ് പോലും പറഞ്ഞത് സുരേഷ് ഗോപി 20% മാത്രം രാഷ്ട്രീയക്കാരനും 80% അദ്ദേഹം ഒരു സിനിമാക്കാരനുമാണെന്നാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്ന് തന്നെയാണ്, അല്ലെ BJPയെ പരാജയപ്പെടുത്തണം എന്ന് തന്നെയാണ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അവർ ഉദ്ദേശിച്ചത്. ക്രൈസ്തവരെ, നമുക്കറിയാം തൃശ്ശൂർ മണ്ഡലത്തില് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ടുകളാണ് അവിടെ വിധി നിയന്ത്രിക്കുന്നത്. ക്രിസ്തീയ സഭകളാണ് അവിടെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത്. ആ സഭയുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു അവരാണ് അവിടെ ജയിക്കുന്നത്. അപ്പൊ സഭയ്ക്കുള്ളൊരു മുന്നറിയിപ്പ് പോലെ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ മണിപ്പൂരിനെ ഓർക്കുക, മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയെ നിങ്ങൾ ഓർത്തുകൊണ്ട് മാത്രം വോട്ട് ചെയ്യുക എന്ന് കൃത്യമായിട്ട് അവിടെ പറയാൻ STPക്ക് സാധിച്ചു. ഫലത്തിൽ സുരേഷ് ഗോപി അവിടെ ഇത്രയും നാൾ കളിച്ച ഒരു കലയുണ്ട്, ഒരു പ്രകടനമുണ്ട്, ഒരു സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇമേജ് കൊണ്ട് തൃശ്ശൂരിലേക്ക് എത്തി. തൃശ്ശൂര് ആളുകളെ കീഴ്പ്പെടുത്തി തനിക്കൊപ്പമാക്കുക പല രീതിയിൽ. അദ്ദേഹം പണം ഉപയോഗിച്ചും തന്റെ പ്രശസ്തി ഉപയോഗിച്ചും ചാരിറ്റി ഉപയോഗിച്ചും ഒക്കെ തനിക്ക് അനുകൂലമാക്കി വോട്ട് ചെയ്യുക. എന്താണ് തൃശ്ശൂര് കൊണ്ട് തന്നെ
തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രി എന്നാണ് തൃശ്ശൂരുകാർ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നതും അതിന്റെ ചോരെഴുത്തുകളും മറ്റുമൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എസ്.ടി.പിയുടെ റാലി എത്തി സ്ത്രീകളെയും കുട്ടികളെയും പ്രായഭേദമന്യേ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് BJPക്കെതിരെ ശക്തമായിട്ടൊരു പരിപാടി കുന്നംകുളത്ത് തന്നെ നടത്താൻ എസ്.ടി.പിക്ക് സാധിച്ചത്. ഫലത്തിൽ അത് BJPക്കും സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനും എതിരെ തന്നെ അവർ അവിടെ സംസാരിച്ചു. BJPയെ തോൽപ്പിക്കുക എന്നൊരു പ്രഖ്യാപനം നയം കൂടി എസ്.ടി.പി അവിടെ നടത്തിയിട്ടുണ്ട്. എസ്.ടി.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വരാനുണ്ട്. ഇപ്പൊ എസ്.ടി.പിക്ക് തൃശ്ശൂർ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അവർ ആരെ പിന്തുണയ്ക്കും? അവരുടെ വോട്ടുകൾ വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അത് അവിടുത്തെ വിജയത്തെയോ പരാജയത്തെയോ സ്വാധീനിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ക്രിസ്ത്യൻ വോട്ടുകളാണ് അവിടുത്തെ വിജയത്തെ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ തീരുമാനിക്കുന്നെങ്കിൽ ഒരാളെ പരാജയപ്പെടുത്താനുള്ള വോട്ടുകൾ മുസ്ലിം സമുദായത്തിനുണ്ട്. ആ മുസ്ലിം സമുദായത്തെ ഏകീകരിച്ചുകൊണ്ട് ആ വോട്ടുകൾ കൃത്യമായി ഒരാളിലേക്ക് എത്തിയാൽ കൃത്യമായി BJPയെ പരാജയപ്പെടുത്താൻ എസ്.ടി.പി മുന്നിൽ നിൽക്കുമെന്ന് തന്നെയാണ് അവിടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എസ്.ടി.പിയുടെ തൃശ്ശൂരിലെ റാലി ശ്രദ്ധിച്ചതും അതിവിടെ പറയാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചതും. കാരണം അവിടെ കൃത്യമായിട്ട് BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, BJPക്ക് തൃശ്ശൂർ അങ്ങനെ വലിയ മേൽക്കൈയുള്ള സ്ഥലമൊന്നുമല്ല. തൃശ്ശൂരിലെ സംഘടനാ സംവിധാനം വളരെ ശുഷ്കരമാണ്, വളരെ ശുഷ്കരവും പരിമിതിക്കുള്ളിലുള്ളതാണ്. ആ പരിമിതികളെ മാറ്റി നിർത്താൻ വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ അവിടെ എത്തിയതും ശക്തിപ്പെടുത്തിയതും ശക്തി പഠനമൊക്കെ കാണിച്ചതും അവരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ്. തൃശ്ശൂരിലുള്ള സംവിധാനങ്ങൾ മുഴുവനും പാർട്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശക്തമായിട്ടില്ല. മറ്റ് ജില്ലകളിൽ നിന്ന് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് ആളെ എത്തിച്ച് തന്നെയാണ് ഈ ശക്തി പഠനത്തിനുള്ള ആളുകളെ അണിനിരത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊന്ന് ഏകോപിക്കാൻ നരേന്ദ്രമോദി വരുന്നു. സുരേഷ് ഗോപി തന്റെ സ്റ്റാർഡം വെച്ചിട്ട് ആളുകളെ കൂട്ടുന്നു. അപ്പൊ അതിനെതിരെ ഒരു സമുദായത്തിലെ അല്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കുന്ന അഗസ്ത്യത പിന്നോക്ക വർഗത്തിലെ ആളുകളെ ഒരുമിപ്പിച്ച് കൂട്ടി BJPക്കും സംഘപരിവാരത്തിനും സുരേഷ് ഗോപിക്കും എതിരെ കൃത്യമായൊരു മെസ്സേജ് കൊടുത്തിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് ജാഥ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI നടത്തുന്ന ജാഥ എറണാകുളത്തേക്ക് പോയത്. ഇന്ന് എറണാകുളത്താണ് അവരുടെ റാലി നടക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ കൃത്യമായൊരു മെസ്സേജ് കൊടുക്കാൻ SDPIക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയം പഠിക്കുന്നവർ ഇത് കൃത്യമായി വിലയിരുത്തുക. അന്ന് SDPIക്കും ശക്തമായൊരു വോട്ട് ബാങ്ക് തൃശ്ശൂരുണ്ട്. ആ വോട്ട് ബാങ്ക് അതിപ്പോൾ നാട്ടികയാണെങ്കിലും മറ്റ് കുന്നംകുളം ആണെങ്കിലും ഒക്കെ അത് കൃത്യമായിട്ട് തൃശ്ശൂരിലെ ബലത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന, അതിനെ മാറ്റി നിർത്താൻ അവിടുത്തെ ഇടതിനോ വലതിനോ കഴിയുകയില്ല.